सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहैः। ॐ शान्ति शान्ति शान्तिः। कराग्रे वसते लक्ष्मी करमध्ये सरस्वती करमूले गोविन्द प्रभाते करदर्शनं समुद्रवसने देवी पर्वतस्तनमण्डले विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे। रत्नाकराधौतपदां हिमालये किरीटिनीं ब्रह्मराजश्रीरत्नाढ्यं वन्दे भारतमातरम्। ദൈവദശകം. ദൈവമേ കാത്തുകൊഴുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാഭിച്ചോരാവിവൻ തോണിലിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും മൃത്യുപോലുള്ളം നിന്നിലസ്പന്ദമാവണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നും തന്നു ഞങ്ങൾക്കു തമ്പുരാ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും മഹിമയും നീയുമെന്നുള്ളിലാവണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിച്ചുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുധ്യം നൽകുമായും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമാക്കി. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം 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 സുഖം. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഓം സ്വസ്തി പ്രജാഭ്യർത്ഥരിപാലയന്നാം ന്യായേന മാർഗേണ മഹിമഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യം പൃഥിവീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത ബ്രാഹ്മണഃ സന്തു നിർഭയാം. സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ബിജു റെഡിയായി നോക്ക്. ഫുള്ളായോ ബിജു? തമസോമാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ദ്യൗ ശാന്തി അന്തരീക്ഷം ശാന്തി പൃഥ്വീ ശാന്തി ആപത്ത് ശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തി വിശ്വദേവായ ശാന്തി ബ്രഹ്മശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാമാം ശാന്തിരേതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ആത്യന്തികമായ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പഴനി പോയിട്ട് മുരുകനെ കാണുക എന്നുള്ളത് മാത്രമല്ല പഴനിയുടെ കാഴ്ച.
പൈവേയിലേക്കുള്ള ഓരോരോ സ്റ്റെപ്പും കയറുന്ന സമയത്ത് താഴെ മുതലുള്ള മുഴുവനും കാഴ്ചകൾ തന്നെയാണ്. അതേപോലെയാണ് യൂറോപ്പിന്റെ അവസ്ഥ. യൂറോപ്പിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ പ്രകൃതി, അവിടുത്തെ ജീവിതം, അവിടുത്തെ റോഡിന്റെ വ്യവസ്ഥ, അവിടുത്തെ വൃത്തി, അവിടുത്തെ ഭക്ഷണ സംവിധാനം, ഇങ്ങനെയുള്ള ഓരോരോ നിമിഷവും യൂറോപ്പിന്റെ അനുഭവമാണ്. യൂറോപ്പിലെ ഈ യാത്രകളൊക്കെ തന്നെ യൂറോപ്പിനെ കുറിച്ച് നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ വിൻമില്ല് കണ്ടു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. ഇവിടുത്തെ റോഡിന്റെ വ്യവസ്ഥ കണ്ടു, ഇവിടുത്തെ വൃത്തി കണ്ടു, ആളുകളുടെ സമീപനം കണ്ടു, ആളുടെ വിനയം കണ്ടു, ആളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറുന്നത് കണ്ടു, ഇവിടുത്തെ ജനസംഖ്യയുടെ വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇപ്പൊ യൂറോപ്പിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സന്തോഷ് ജോർജ് കുളക്കര യൂറോപ്യൻ യാത്രയെ കുറിച്ച് കേട്ടു. അപ്പൊ അദ്ദേഹം ഈ ഒരു കാര്യം പറയാം. ഞാൻ പലപ്പോഴും ഈ സംഘടിക്കുന്ന ഇദ്ദേഹത്തിന്റെ യാത്രകളെ പലപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാറുണ്ട്, വെച്ച് ഇങ്ങനെ കേട്ടു. അപ്പൊ അദ്ദേഹം പറയുന്നത് യാത്ര എന്ന് പറയുന്നത് യാത്രയിൽ ഓരോ സംഗതി നമ്മൾ കണ്ണും കാതും തുറന്നു വെച്ച് മനസ്സും തുറന്നു വെച്ച് നോക്കുന്ന സമയത്ത് എല്ലാം കാഴ്ചകളാണെന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ചിദംബരത്തോ തഞ്ചാവൂരോ പോണ സ്ഥലത്ത് വലിയൊരു ഗോപുരം, അതിന്റെ ഓരോ സ്ഥലത്തും രാജേന്ദ്ര ചോളനോ രാജരാജ ചോളനൊക്കെ എഴുതി വെച്ച ലിഖിതങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കാലത്തിന്റെ ശേഷിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ പ്രകൃതി ഒരു വ്യത്യസ്തമായ പ്രകൃതിയാണ്. ഇപ്പൊ വിന്റർ കഴിഞ്ഞുള്ള സമയമാണ്, മരങ്ങളുടെ ഇലകളൊക്കെ പൊഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അടുത്ത സമ്മറിനെ വരവേൽക്കാൻ പോകും. ആ സമയത്തുള്ള പ്രകൃതി ഓരോരോ കാലത്തും ഇപ്പൊ കാശ്മീർ പോലെയാണ്. കാശ്മീരിലെ 4 കാലഘട്ടവും ഗംഭീരമാണ്. ഏത് സീസണിൽ പോയാൽ നിങ്ങൾക്ക് ഒരു കാഴ്ചയാണ്. ഈ ഒരു കാഴ്ച ഈ വിന്റർ കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സമ്മറിൽ ഉണ്ടാവില്ല. സമ്മറിൽ വേറൊരു കാഴ്ചയില്ല. അപ്പോൾ ഓരോരോ കാഴ്ചയും അതിന്റെ അതേ പഴുത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാൻ, നമുക്ക് ആവാഹിക്കാൻ പറ്റാന്നുള്ളത്, അതിന്റെ ഓരോരോ നിമിഷത്തെയും അതിന്റെ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതുമാണ് ശരിക്കും യാത്രയെ രസകരമാകുന്നത്. അപ്പോൾ മുമ്പ് ഞങ്ങൾ യൂറോപ്പ് വന്ന സമയത്ത് കാഴ്ചകൾ എപ്പോഴും കണ്ണിൽ പലപ്പോഴും ഉണ്ടാവാനുള്ള കാരണം എന്താ പറയുക, ഇതിന്റെ ഓരോരോ സംഗതി, ഇവിടുത്തെ റോഡ് സംവിധാനങ്ങളാണ്, ഇവിടുത്തെ വാഹനങ്ങളുടെ ഭംഗിയാണെങ്കിൽ, അതേപോലത്തെ ഓരോ സ്ഥലത്ത് പോകുന്ന അവിടുത്തെ കാഴ്ചകളാണെങ്കിൽ അത് മനസ്സിലങ്ങോട്ട് പതിച്ചു വെക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ചില മൂർത്തികളൊക്കെ കണ്ടാലും നമുക്ക് ഒരു പ്രാവശ്യം ആ വിഗ്രഹം കണ്ടെങ്കിൽ ഒരിക്കലും മറക്കുന്നില്ല. അതാ ഒരു ഇതോടുകൂടി നമ്മൾ കാണുന്നതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ യാത്രയിലെ ഓരോരോ നിമിഷങ്ങളെയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ. വാസ്തവത്തിൽ നമുക്ക് കഴിഞ്ഞ 2 ദിവസം നല്ലൊരു ഭയങ്കര ടെൻഷനും സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിലാവുന്നില്ല തോന്നൽ നമ്മൾ വാസ്തവത്തിലുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ഒന്നും രാത്രി ഉദാഹരണം കുറച്ച് വൈകി €50 വാങ്ങിച്ചു ഡ്രൈവർ. 5 മിനിറ്റിനാണ് പള്ളിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ കാത്തുന്നുണ്ട് അറിയാം. ടൈം എന്ന് പറഞ്ഞാല് അതായത് നമ്മളെ നാട്ടിൽ നിന്ന് പലരും പഠിക്കാനൊക്കെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് മണിക്കൂറിനാണ്. ഒരു അയവന്റെ പഠിക്കുന്ന കുട്ടി നമ്മളെ കൂടെ അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇവിടെ വന്ന് പഠിക്കുക പ്ലസ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് 1 മണിക്കൂറിനാണ് പണം. 1 മണിക്കൂറിനുള്ള പണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു മാസം കിട്ടുന്ന ശമ്പളം. ഏകദേശം ചെറിയ വ്യത്യാസിക്കല്ലോ. 2, 3, 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം 6 മണിക്കൂർ വർക്ക് ചെയ്താൽ നമ്മൾ അവിടെ ഒരു മാസം മനസ്സിലായാലും എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നുള്ള കാര്യം. അപ്പൊ ആ രീതിയിൽ സമയമാണ് ഇവിടെ പണം. സമയം പണമാണ്. അതേപോലെ ഓരോരോ സംഗതിക്കും കൃത്യമായ വ്യവസ്ഥ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ. ഇപ്പൊ നമ്മളൊരു റോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വാഹനത്തിന് മുന്നിലുള്ള കൃത്യമായിട്ട് മനസ്സിലാവും. എത്ര കിലോമീറ്റർ പോയാൽ ബസ് ബേ ഉണ്ട്, അവിടെ ബസ് കയറ്റാൻ ടോയ്ലറ്റ്, എന്തൊക്കെ സംവിധാനം അവിടെ ഉണ്ട് അദ്ദേഹത്തിന് മുന്നിൽ മനസ്സിലാവും. ഇപ്പൊ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബസ് സിഗ്നൽ ഇദ്ദേഹത്തോട് പറയും ഇവിടെ സൈഡാക്കും. 3 മണിക്കൂർ വണ്ടി അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഓടി കഴിഞ്ഞാൽ വണ്ടി നിർബന്ധമായി സൈഡാക്കി നിർത്തിക്കോളണം. 10-15 മിനിറ്റ് ഇട്ടോളണം. അതിനുശേഷം അടുത്ത കണ്ടിന്യൂ ചെയ്യാൻ പാടും. ഇങ്ങനെ ഓരോ സമയത്തും സമയത്തെ കൃത്യമായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടാണ് യൂറോപ്പ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഓരോ സംഗതിക്കും ടൈം മണി എന്ന് പറയുന്നത് ടൈം പണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 1 മണിക്കൂർ വർക്കിൽ എത്ര പൈസ. അപ്പോൾ അതിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് ഹോട്ടലുകൾ 2 സ്റ്റാർ നമ്മൾ കണ്ടില്ലേ. അപ്പൊ റെസ്റ്റോറൻറ്റിലാണെങ്കിലും അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് 2-3 സ്റ്റാഫ് മുഴുവൻ ഓപ്പറേറ്റ്. ഇത്രയും വലിയ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പോയ IBS ഹോട്ടലിൽ 740 റൂമാണ്. 740 റൂമുള്ള സംവിധാനത്തിൽ ആ റിസപ്ഷനുള്ള ടൈം മാറി വരുന്ന 3-4 ആ ഹോട്ടലിൽ 740 റൂമിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുന്നു. പിന്നെ റൂം സ്റ്റാഫ് അവർ ആ സമയത്ത് വരുന്നു, അവർ ജോലി ചെയ്യുന്നു, അവർ പോകും. അപ്പൊ ആ രീതിയിൽ സമയം ഇക്കാര്യത്തിൽ നമ്മൾ എല്ലാ കാര്യം ഒരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കണം. ഇവര് നമ്മൾ അവിടുത്തെ പോലെ 1/2 മണിക്കൂർ മുമ്പ് പറയാം നമുക്ക് 9 മണിക്ക് തുടങ്ങാം, നമുക്ക് 8:30 പറഞ്ഞാലോ അങ്ങനത്തെ പരിപാടി പറഞ്ഞാൽ ഇവര് പറയും. നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇവര് പറയാം നിങ്ങൾ 9 മണിക്ക് എത്തണം. പിന്നെ അതിന് മുകളിൽ പിന്നെ സംസാരിച്ചത് ഇവർ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് 8:30 എത്തിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഞങ്ങൾ പറഞ്ഞത് 8:30 എത്താൻ. 9 മണിക്ക് ആൾ പറഞ്ഞ ടൈം 8:30 നമ്മളെല്ലാവരും റെഡി കഴിഞ്ഞ് നമുക്ക് പ്രത്യേക ടെൻഷൻ ചെയ്യാം. ആ രീതിയിൽ സമയത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധ വെക്കണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഓരോരോ കാര്യവും ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ മാസവും യാത്ര ചെയ്യുന്ന സ്ഥലമല്ല. ഇപ്പൊ ഞങ്ങൾ 7 വർഷം മുമ്പാണ് യൂറോപ്പ്. കൊറോണയ്ക്ക് സമയത്ത് വരേണ്ടതായിരുന്നു, ഒക്കെ പ്ലാൻ ചെയ്ത സമയത്ത് കൊറോണ വന്നു.
അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ഓരോരോ കാര്യത്തിലും അപ്പോൾ ഇന്ത്യക്ക് അകത്താണെങ്കിൽ ഇപ്പോൾ വർഷത്തിൽ 2-3 തവണ പോകുന്ന സ്ഥലത്താണെങ്കിൽ പോലും ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. മാത്രമല്ല ഓരോരോ കാര്യങ്ങളിലും വരുന്ന ഇപ്പോൾ ഈ നമ്മളെ കൂടെ വരുന്ന ഒരു ആളുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞതായിട്ട് മനസ്സിലാക്കും. അപ്പോൾ അയാൾക്കുള്ള പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂർ പലിശ ഇന്ത്യൻ പണത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ സാറോട് പറഞ്ഞു 1,32,32,32,000 രൂപ തരുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ 12 ദിവസം യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ പണത്രയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നെ നമ്മളിപ്പോ അവിടുന്ന് ഒരാളെ ഇവിടെ കണക്ട് ചെയ്ത് അയാളെ പറ്റി അയാളെ എത്രമാത്രം ഭാഷ അറിയുന്ന ആളാണ്. പക്ഷേ അയാൾക്ക് എല്ലാ ഭാഷയും അറിയാം, എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ആളുകളെ സംബന്ധിക്കാനൊക്കെ പറ്റിയ ആളാണ്. അങ്ങനത്തെ ആളുകളൊക്കെ ആവശ്യമാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്ന ആർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ആർക്കും മര്യാദ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല 40 അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ആൾ നമ്മളെ കൂടെ വേണം നമ്മൾ തീരുമാനിച്ചത്, പണം നോക്കാതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയത്തും അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താൽ നമ്മളുടെ സ്ഥിതിയിൽ വരാത്തല്ലെങ്കിൽ നമുക്ക് ഇതിലൊക്കെ വരാം. അപ്പൊ അത് ഞങ്ങൾ അതാ സമയം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അതിനങ്ങനെ റെക്ടിഫൈ ചെയ്യാം. അപ്പൊ അത് വർഷം നമ്മൾ ഇത് ഇന്നലെ അതിന് വേണ്ട മാറ്റം വരുത്താൻ വേണ്ടി എന്തൊക്കെ ആഡ് ചെയ്യണം, പണ്ടൊക്കെ കൃത്യമായിട്ട് നിർബന്ധമായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടും ഓരോ സംഗതികളിലും വരുന്ന സംഗതികളനുസരിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. നിങ്ങൾക്കും വേണ്ട നിർദ്ദേശം ഞങ്ങൾ പേഴ്സണലായിട്ട് പറയാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പക്ഷേ ഈ കാലാവസ്ഥ പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങോട്ടുള്ള കാലാവസ്ഥ നമുക്ക് അനുകൂലമാകുമ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും സഹകരണം, സ്നേഹപരമായ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനകത്ത് വളരെ രസകരമായിട്ട് നമ്മൾ യാത്ര സമയത്ത് ഇത്രമാത്രം ഡെവലപ്ഡ് ആയിരിക്കില്ല. പക്ഷെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവില്ല ഇവിടെ. നല്ല രസകരമായിട്ട് എല്ലാവരും വളരെ ഇതേപോലെ തന്നെ യാത്ര കാരണം വ്യത്യാസം. ഇതേപോലെ 13 ദിവസം 12 ദിവസം ഇതേപോലെ ഞാൻ സ്ഥലങ്ങൾ കണ്ടത്. അതിന് ഞങ്ങൾ രാവിലെ എത്തിയിരുന്നു. ഇത് നമ്മൾ തലേന്ന് എത്തിയുള്ള ദിവസം അധികമാണ്, രാത്രി അധികം. എന്തായാലും അതേപോലെ നമുക്ക് ഈ യാത്രയും ഓരോ നിമിഷം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയിൽ ഒന്നും വെറുതെ അല്ല, കാഴ്ചയിലൊന്നും കാണുന്ന നെൽപ്പാടങ്ങൾ വെറുതെ അല്ല, ഈ പൈൻ മരങ്ങൾ വെറുതെ അല്ല, മറ്റു മരങ്ങൾ ഇതൊന്നും വെറുതെ അല്ല, ഇതൊക്കെ നമ്മൾ കാണാനുള്ളതാണ്. അപ്പൊ കാഴ്ചയിലെ യാത്രയിലെ ഓരോരോ കാഴ്ചയും നമുക്ക് വിലപ്പെട്ടതാവട്ടെ. ഈ കാഴ്ചകളിൽ കൂടിയാണ് നമ്മുടെ യാത്ര. യൂറോപ്പ് യാത്ര എന്ന് പറയുന്നത് പ്രധാനമായും ഏതെങ്കിലും ഒരു സ്മാരകം കാണുന്നതായിരിക്കും മാത്രമല്ല, കാഴ്ചയിലെ ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളോട് പറയാം. ചെമ്മരാടികളെ പൂമരങ്ങളെ കാണാം. ചെമ്മരാട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ചെമ്മരാട് കൃഷി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. കൃഷി ക്വാളിറ്റി ചെമ്മരാടുള്ള സ്ഥലമാണ് ഇവിടെ ആംസ്റ്റർഡാം. എന്നാൽ നമ്മളിന്ന് പോകുന്നത് ജർമ്മനിയിലേക്കാണ്. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ കീഴടക്കിയ വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ള ജർമ്മൻ നമുക്ക് എക്കാലത്തും നമുക്ക് പണ്ടുകാലം മുതലേ നമ്മൾ കേൾക്കുന്ന സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് കടത്തപ്പെട്ട താളിയോലകളൊക്കെ ഏറ്റവും കൂടുതലുള്ള സ്ഥലവും ഇപ്പോൾ ജർമ്മനിയിൽ യൂണിവേഴ്സിറ്റി തന്നെ അവർ സംസ്കൃത യൂണിവേഴ്സിറ്റി തുടങ്ങിയത് സംസ്കൃത പഠനം. അതായത് ഇന്ത്യയിലെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ താളിയോലയെ കുറിച്ചും അതിനുള്ള ആഴത്തുള്ള അറിവുകളെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ വരേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ. ആ രീതിയിൽ ഉള്ള വലിയൊരു സംസ്കാരത്തിന്റെ ഒരു നൂറ്റാണ്ടുകളുടെ വലിയൊരു സംസ്കാരത്തിന്റെ നാടുകൂടിയാണ് ജർമ്മനി. വലിയൊരു യൂറോപ്പത്തിന്റെ ചരിത്രം അവർക്ക് പറയാറുണ്ട്. അങ്ങനെ ഇപ്പോൾ നാട്ടിലേക്ക് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിലാക്കിയത് സന്തോഷവും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് ഒരുമയോടെ നിൽക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറയാം. അടുത്ത സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ വേണമെന്നുള്ള ഞങ്ങൾ ഒന്നുകൂടി ഗംഭീരമാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയാനുള്ളത്. എല്ലാവരുടെയും നമുക്ക് 2-3 മണിക്കൂർ ഇന്നലത്തെ കാലം 1 മണിക്കൂറിലധികം യാത്ര. ഇതിന്റെ ഭാഗമായിട്ട് ഒരു വേൾഡ് ഫെയർ നടക്കുന്നു, ഒരു ലോക വ്യാപാര മേള നടക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ട് നടുവിലുള്ള കവാടമായിട്ടാണ്, കവാടമല്ല ഒരു പറയാ സെൻട്രൽ സ്പൈൻ നടുവിലുള്ള ഒരു മെയിൻ ഡോമായിട്ടാണ് ഇഫിൽ ടവർ ഉണ്ടാക്കിയത്. ആർക്കാണത് സാധനം? അതിനെ സെൻട്രലായിട്ടാണ് ഇഫിൽ ടവർ ഉണ്ടാക്കിയത്. ആ ഇഫിൽ ടവർ ഉണ്ടാക്കിയെടുക്കാൻ ഏതാണ്ട് 16 വർഷം എടുത്തു ഉണ്ടാക്കാൻ. ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഇതുവരെ ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ ശരി, പിന്നീട് ലോകത്തിലെ ഏറ്റവും അധികം അറിയപ്പെടുന്ന അഥവാ ഒറ്റ കാഴ്ചയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന മാൻമെയ്ഡ് ആയിട്ടുള്ള മാൻമെയ്ഡ് വണ്ടർ എന്ന് മാത്രമല്ല ഒറ്റ കാഴ്ചയിൽ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല, ആ ഒരു ഒറ്റ ട്രയാങ്കിളിൽ തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമായിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വസ്തുവായിട്ട് മാറിയത് ഇഫിൽ ടവറാണ്.
7 wonders of the world. അവിടുത്തെ വാരിയേഴ്സിന്റെ മെമ്മോറിയലായിട്ടാണ് ഉണ്ടാക്കിയത്. എന്താ പേര് പറഞ്ഞില്ല? ആർക്ക് ഡി ട്രയംഫ്. ആർക്ക് ഡി ഇംഗ്ലീഷിലെ അതിന്റെ ഫ്രഞ്ച് വേർഷനാണ്. ട്രയംഫ്, TRIUMPH. ആർക്ക് ഡി ട്രയംഫ്. താങ്ക് യു. ട്രെയിൻ കോട്ട. പടിഞ്ഞാറ് കാട്ടക്കാരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ जी भाजी जी ਐਵੇਂ ਹੀ ਕਹਿਣਾ ਐਵੇਂ ਹੀ ਕਹਿਣਾ ਅੱਗੇ ਬੱਸਾਂ ਲੱਗੀਆਂ ਨੇ ਭਾਈ ਜੀ 3-4 ਸੱਚੀ ਭਾਈ ਅਸਲ ਰੌਲਾ ਇਹ ਹੈ റോം സിറ്റിയിൽ കൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ ഗ്രാൻഡ് സിറ്റിയിൽ. Buildings, beautiful buildings in the Rome city. ഇവിടെയാണ് യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്തത്. എണ്ണ അധികമായാലേ കയ്യിലൊക്കെ കടയിലൊക്കെ ഭയങ്കര അധികമായിട്ടുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുത്ത് കയ്യിൽ വയ്ക്കാം. ഐസ് ക്യൂബ് എടുത്തിട്ടേ കറിയിൽ വയ്ക്കാം. അപ്പോൾ ആ എണ്ണ പഠിച്ച് മാറ്റാം. ചേച്ചി നോക്കൂ. എന്തൊരു കളറായില്ല കാണുമ്പോൾ. എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഓട്ടയ്ക്ക് വരും, ആളുകൾ എങ്ങനെ വേണമെങ്കിലും ചാടി വീഴും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്ത കത്തീഡ്രൽ അതന്നെ അയാള് പറഞ്ഞത് ഇവിടെയാണ്. ഇവിടെയാ പറഞ്ഞത്. സോറി അത് ലെഫ്റ്റ് അല്ല, ഇവിടെ നമ്മുടെ വാഹനത്തിന്റെ വലതു ഭാഗത്ത്. റോമില് ഇവിടെ നമ്മുടെ രണ്ടു വശത്തും കാണുന്ന പ്രധാന കെട്ടിടങ്ങളൊക്കെ തന്നെ ഓരോരോ കാലങ്ങളിലും റോമൻ ചക്രവർത്തിമാര് ഭരിക്കുന്ന കാലത്ത് അവര് ഉണ്ടാക്കിയ പുതിയ പുതിയ കെട്ടിടങ്ങളും അവരുടെ പാലസുകളും അവരുടെ അടുത്ത ബന്ധുക്കൾക്കോ മക്കൾക്കോ ഭാര്യമാർക്കോ ഒക്കെ വേണ്ടി ഉണ്ടാക്കിയ കെട്ടിടങ്ങളും അങ്ങനെ പലതുകൊണ്ടും ചരിത്ര പ്രശസ്തമായ കെട്ടിടങ്ങളാണ് ഈ ചുറ്റുപാടും കാണുന്നത് മുഴുവൻ.
Die address ठीक है इसका? नहीं ये वैसे पागल हो गया। The Colosseum of Rome, the oldest Colosseum. This is the Colosseum of Rome. ഇതാണ് Colosseum at Rome. Finally we are at the Colosseum of Rome. ചിത്രങ്ങളില്ലേ എല്ലാറ്റിലും ചിത്രങ്ങളുണ്ട്. കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്.
വാ. ഇവിടെ നമ്മൾ രണ്ടുപേരും വഴിതെറ്റി പോവുകയാണ്. എവിടെ നിന്നറിയില്ല, എവിടെ നിന്നറിയില്ല, ഏതാണ് ലക്ഷ്യമെന്നറിയില്ല, മാനവസുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ, തേടുന്ന പാന്തൻ ഞാൻ, ഏകാന്തപതികർ ഞാൻ, ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്തപതികർ ഞാൻ. അവിടെ എന്തുണ്ടെന്ന് അവിടെ എന്താ കോണ്ടാക്ട് ിലൂടെ നമ്മുടെ ബസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പബ്ബുകളും എല്ലാം തുറന്നുണ്ട്. No problem. Problem. No, it was okay. In 100 meters, turn left onto via Day Serpentine. Turn left onto via Day Serpentine. This to top. This one, no. Where? Boost, no. ഹോട്ടൽ ഹൈബീരിയ. Turn right onto Pianzano. We are in search of our group in the bus. ये किधर आ गया मालूम नहीं. Right. ഓ ഇവിടെ വരുന്നുണ്ടാവുക ഈ ഫൗണ്ടൻ. Go, turn right. Turn right. ഇവിടെയാണ് വന്നോണ്ട് ഇവര്. എടാ Evening, no problem. റോമ സാമ്രാജ്യത്തിന്റെ തെരുവുകളിലൂടെ എവിടെ നിന്നെത്തി എന്നറിയില്ല, ഏതാണ് ലക്ഷ്യമെന്നറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഗലി റോമിലെ ഗലികളിലൂടെ പാലസ് ഹോട്ടൽ റോമ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. You look, go out. You don't go out. Oh, no, look. Because റോമിന്റെ തെരുവുകളിൽ no, here, okay, no problem. Here, problem. Here, no problem. Here, problem. Here, problem. Aynı yere geldik Ahmet. No. Go. No. Gene aynı yere geldik. Here, okay, because big road. Big road. Okay. Big road, yeah, big road. Look. A big road.
Big road. 600 metre sonra sola dönün. നമ്മളൊരു തുരങ്കത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോം നഗരം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. Messengers. Ahmet. This slow. Yes, okay, okay. Sephora. No problem. No problem. It's not the problem. Bus taxi. We need, look, parking here. Parking. Leave the car, parking. Where? Leather shop. ഫസ്റ്റ് പോപ്പ് അദ്ദേഹമാണെന്നാണ് സങ്കല്പിക്കുന്നത്. അത് മാത്രമല്ല ഫസ്റ്റ് ബിഷപ്പ് ഓഫ് റോം അതും സെന്റ് പീറ്ററാണ്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ സ്ഥലത്ത് ഈ ഒരു ചർച്ച് അഥവാ ഈ ഒരു ബസലിക്കയ്ക്ക് ഒരു പ്രാധാന്യം വരാൻ കാരണം. അതുകൊണ്ടാണ് ഈ സ്ഥലം സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ എന്ന പേരിലും സെന്റ് പീറ്റേഴ്സ് ബസലിക്ക എന്ന പേരിൽ ഈ സ്ഥലം അറിയപ്പെട്ടത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. 300-ലാണ് ഇതിന് ഒരു ക്രൈസ്തവ മതവുമായിട്ട് ഈ സ്ഥലത്തിന് ഒരു ബന്ധം വരുന്നത് 300-ലാണ്. അതിനു മുമ്പ് ഇത് അവരുടെ ഒരു എന്താ പറയുക ഉപേക്ഷിക്കപ്പെട്ട ഇടമായിരുന്നു. സെന്റ് പീറ്റർ ഉള്ള സ്ഥലം എന്നുള്ളത് അന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുർമന്ത്രവാദികളുടെ കൂട്ടാണല്ലോ. അതുകൊണ്ട് ഇവിടെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം അവർക്കൊരു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമായി. ഇപ്പോൾ ലോകത്തിലെ എല്ലായിടത്തുമുള്ള ക്രൈസ്തവ മതവിശ്വാസികൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും ശരി അവരെ എല്ലാവരെയും സംബന്ധിച്ച് ഈ സ്ഥലം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഓരോ സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ ഇതാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്കയും ചർച്ച്. ഇവിടെ പെരിയാറല്ല, റൈൻ നദീനെ പാടിക്കോളൂ നിങ്ങള്. റൈൻ നദി. അതാ ഒരു സുന്ദരമായിട്ട് ഒരാള് സ്കേറ്റിംഗ് ചെയ്തു വരുന്ന ഒരു മനോഹരമായ കാഴ്ച. എന്ത് ധൈര്യല്ലേ. ടോപ്പിൽ പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. മഞ്ഞൊന്നും അറിയില്ല. അവിടെ ഇറങ്ങണോ? ചിലപ്പോ വേണ്ടി വരും, ചിലപ്പോ തിരിച്ചു കാറ് തിരിച്ചു പോരാം. മൗണ്ട് ഇറ്റ്ലീസിലെ മനോഹരമായ ഒരു കാഴ്ച അഥവാ മനോഹരമായ ഒരു അനുഭവമാണ് ഐസ് ഫ്ലയർ. ഇതിലേക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ ഓപ്പൺ എയറായ ഒരു കേബിൾ കാറാണത്. ആ കേബിൾ കാറിൽ പോകുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് അവരുടെ ഈ കൂക്കുവിളികളായിട്ട് പുറത്ത് കേൾക്കുന്നത്. കുത്തുന്ന മഞ്ഞില് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം പേടി വന്നിട്ടാണ്
ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷം മാത്രമല്ല, ഫ്രീസിങ് കോൾഡാണ്. അതിൽ തുറന്ന ഒരു കേബിൾ കാറിൽ ഞങ്ങളിങ്ങനെ താഴേക്ക് പോവുകയാണ്. വേറെ പാട്ട് പാടും.